അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കോക്കനട്ട് ചിക്കൻ ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 1/2 kg ചിക്കൻ, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോക്കനട്ട്, കുറച്ച് കറിവേപ്പില, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മസാല വരട്ടാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് മസ്റ്റാണ് കേട്ടോ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മസാല നമ്മൾ നന്നായി പരട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാല ചിക്കനിലേക്ക് പിടിക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വേണം ഇടാൻ, കാരണം ഇഞ്ചി വെളുത്തുള്ളി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കുക, കാരണം ഓവറായിട്ട് ഒരു സൈഡ് എന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം കുക്ക് ചെയ്യാൻ. നമ്മുടെ ചിക്കൻ നമ്മൾ സ്ലോ കുക്ക് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ തന്നെയാണ് നമ്മൾ കോക്കനട്ട് ഇട്ട് ഇനി ഫ്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിൽ നമുക്ക് ഇതിന് മാറ്റണം. ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളപ്പോൾ ഇതിനകത്തുണ്ടായ എക്സസ് ആയ ഓയിൽ മൊത്തം വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്താണ് നമ്മൾ കോക്കനട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓയിൽ വെച്ചിട്ട് മാത്രം ചെയ്യാം. കോക്കനട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത്തിരിക്കോളം, ശേഷം മതി കുറച്ച്. എന്നിട്ട് നന്നായിട്ട് ഈ കോക്കനട്ടും ചിക്കനും കൂടി നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൈ ആയി വരണം. എന്നിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ ഇതിനകത്ത് ഒഴിച്ച് കൊടുത്താൽ മതി. ചെറിയ ഫ്ലെയിമിൽ വേണം ഇടാൻ, കാരണം തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് പയ്യെ പയ്യെ ഇളക്കാം. ഓവറായിട്ട് ഇളക്കണ്ട, അടി പിടിക്കാണ്ട് ഇളക്കണം. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങയും ചിക്കനും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. തേങ്ങ ക്രിസ്പി ആവണം, ഓവർ ഇതാവാനും പാടില്ല, ഒരു മീഡിയം. നമ്മുടെ കോക്കനട്ട് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റാം.